ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റവ കൊണ്ടുള്ള പത്തിരിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിന് കറിയൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം സ്റ്റവ് ഇടാനായിട്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർക്കാം. പൊടി ചേർക്കുമ്പോൾ തന്നെ തീ സിമ്മിലേക്ക് ആക്കണം, എങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കുറുകി ഒരു മാവ് പരുവത്തിലേക്ക് ആകുന്നത് കാണാം. പാനിൽ നിന്ന് വിട്ടു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് ആറിക്കഴിയുമ്പോൾ വേണമെങ്കിൽ രണ്ടായിട്ട് മാവ് ഡിവൈഡ് ചെയ്യുക. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു അളവിൽ ഏകദേശം 30 പത്തിരിയോളം തയ്യാറാക്കാൻ പറ്റും. മീഡിയം സൈസ് പത്തിരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഏറ്റവും ഉത്തമം ചപ്പാത്തി പ്രസ്സാണ്. ചപ്പാത്തി പ്രസ്സിൽ അയൺ ആണെങ്കിൽ ഒരേ മെറ്റീരിയൽ വരുന്ന പ്ലാസ്റ്റിക് കവർ 2 സൈഡും ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ട ശേഷം കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബോൾസ് വെച്ച് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യുക. പാനിലേക്ക് ഇട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. ആയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇടേണ്ടത്. നന്നായിട്ട് പൊന്തി വരുമ്പോൾ ആയി എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റും പോക്കറ്റ് ലെയർഡുമാണ്. കറിയൊന്നുമില്ലാത്ത ഈ ഈസി റെസിപ്പി നിങ്ങളെല്ലാവരും തയ്യാറാക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് നമുക്കിത് ചെയ്യാം. Okay, thanks for watching.